ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്, എളുപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുത്ത് കൂട്ടത്തിൽ സവാളയും ഏറെ കൊച്ചുള്ളിയും ചേർക്കുന്നേ. ഇതൊന്ന് മൂത്തുന്ന് വരട്ടെ. കൊച്ചുള്ളി അരിയോ ചതയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ചിക്കൻ കറിക്ക് കൂടുതലും കുഞ്ഞുള്ളി ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലേക്കൊരു തക്കാളിയും 3 പച്ചമുളകും നെടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇതൊന്ന് വാടി വരാൻ വേണ്ടി സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നേ. അന്നേരം പെട്ടെന്ന് വാടി വരും. പ്രത്യേകിച്ച് ഇത് അടി പിടിക്കുന്ന പാത്രമല്ല, നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കറി. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഈ ഇൻഡാലിയം പാത്രത്തിൽ വെക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രങ്ങളെക്കാളും ഏറ്റവും നല്ലത് ഈ ഓട്ടുരുളിയും ഇൻഡാലിയത്തിൻ്റെയും പാത്രങ്ങളൊക്കെയാണ് ബീഫും ചിക്കനും ഒക്കെ വയ്ക്കാൻ. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അത് ചെറിയ സ്പൂണായതുകൊണ്ട് തന്നെ 3 സ്പൂൺ എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ചെറിയ സ്പൂണായതുകൊണ്ട് 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് 2 സ്പൂണേ ആവുന്നുള്ളൂ. മല്ലിയുടെ ചുവയൊന്നും വരത്തില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ വെച്ച് മൂടി വെച്ച് വേവിക്കാം ഒരു 10-15 മിനിറ്റ്. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഊറി വരും. ചാറ് വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ചാറ് വെള്ളം ഒഴിക്കാണ്ട് തന്നെ നല്ല കണക്കിന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. ഞാനിവിടെ 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. തിളച്ച് നന്നായിട്ട് വറ്റി വരട്ടെ. അന്നേരത്തേക്കും നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് പുട്ടുണ്ടാക്കാം, ചിരട്ടപ്പുട്ടുണ്ടാക്കാം. പുട്ട് ഇവിടെ റെഡിയായി വരുമ്പോഴത്തേക്കും കറി ഇവിടെ റെഡി. കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ പുട്ടിൻ്റെ കൂടെ നല്ല ആവി വറക്കുന്ന ചിക്കൻ കറി. ബൈ.